ഹായ് ഹലോ. അപ്പോൾ ഇന്നും ഒരു റീസൈക്ലിംഗ് വീഡിയോ തന്നെയാണ്. ഇതൊരു ഷോളാണ്, പഴയ ഷോളാണ്. ഈ ഷോളിലാണ് ഒരു ഓണം ഔട്ട്ഫിറ്റ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസൈക്ലിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. വെറുതെ തുണികൾ വേസ്റ്റാക്കി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അതിനെ വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്രിയേഷൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഒരു ലൈൻ ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 4ആയിട്ട് ഷോളിനെ മടക്കി ഇട്ടിട്ടുണ്ട്. എനിക്കിവിടെ വേണ്ടത് 38 ഇഞ്ചസാണ് ലെങ്ത്ത് വേണ്ടത്. കാരണം ഞാനിത് ഏകദേശം ഒരു മാക്സി ഡ്രസ്സിൻ്റെ അളവിൽ, ഒരു 9 വയസ്സുള്ള കുഞ്ഞ് മാക്സി ഡ്രസ്സിൻ്റെ അളവിലാണ് ഈ ഡ്രസ്സ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഷോൾഡർ എടുത്തേക്കുന്നത് 6 ആണ്. ആം ഹോളിലായിട്ടും ഞാൻ ഡെപ്തായിട്ടും 6 തന്നെ എടുത്തേക്കുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ ഏകദേശം 9 തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടുതലായിട്ട് വരും. നമ്മൾ ഷേപ്പ് വേണമെങ്കിൽ വലുതാക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് 9 എടുത്തേക്കുന്നത്. മിഡ് വേസ്റ്റും അതുപോലെ 9 തന്നെയാണ് എടുത്തേക്കുന്നത്. ലൈൻ ആയതുകൊണ്ട് അത്രയും മെഷർമെൻറ്റ്സ് മാത്രം മതി. താഴേക്ക് പിന്നെ നമ്മൾ അല്ലാതെ ഇങ്ങനെ വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പേപ്പറിൽ ഇതുപോലെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഞാൻ ലെങ്ത്തും കൂടി നോക്കിയിട്ട് 38 ആണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു 38 ആണ് ഞാനിവിടെ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ലൈനായിട്ട് തന്നെ ഈ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഈ പേപ്പർ വെച്ചിട്ട് ഞാനങ്ങ് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം മാർക്ക് ചെയ്ത് മെഷർമെൻറ്റ്സ് എല്ലാം നോക്കി മാർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാൻ, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടബിൾ എന്താണോ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു മെത്തേഡ് മാത്രമാണ് കറക്റ്റ് എന്നൊന്നും ഇല്ല. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ രീതികൾ മാറ്റാം. ഇപ്പോൾ നമ്മൾ മാത്സിലൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ 1, 2, 3 വഴിയിലൂടെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് കൃത്യമായ ഒരു ഔട്ട്പുട്ട് കിട്ടണം. അത് മാത്രമാണ് ഉള്ളത്. അതിന് നമുക്ക് ഈ ഒരേ വഴി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ഏത് വഴി കൂടി പോകുമ്പോഴാണോ ആ കൃത്യമായ ഔട്ട്പുട്ട് കിട്ടുന്നത്, അതിൽ നമുക്ക് സന്തോഷമാണെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവരെന്ത് പറയുന്നു, അയ്യോ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊരു ചോദ്യത്തിന് മുമ്പിലൊക്കെ നമ്മളതൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ കര ഭാഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഞാൻ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ കര മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ ലൈനിങ് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ്ങിൽ ബാക്ക് നെക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു കുറച്ച് ഹൈനെക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ബാക്കിൽ ഒരു ചെറിയ ഓപ്പണിങ്ങും എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ഇഞ്ചസാണ് അതിൻ്റെ മേളത്തെ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം ഒരു 2 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ബോക്സ് വരച്ച് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ആ 2 ഇഞ്ചസിൻ്റെ താഴെയായിട്ട് ഒരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് വെക്കണേ. ഇനി ടോട്ടൽ ലെങ്ത്തായിട്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചസാണ്. ഇനി ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബോക്സ് വരയ്ക്കാം. ഇവിടെ ഞാൻ 3.5 എടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ മേളിലോട്ട് ബോക്സ് വരയ്ക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വിസിബിളായി കാണണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പെന്ന് വെച്ച് ഇവിടെ വരയ്ക്കുന്നത്. പിന്നെ ലൈനിങ് കൂടി ആയതുകൊണ്ട് പെന്നായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. ചോക്ക് അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻസിലെല്ലാം നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ വരച്ചില്ലേ ഈ ബോക്സിൽ നമ്മൾ ഒരു റൗണ്ട് നെക്ക് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഫ്രഞ്ച് കർവാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നെക്ക് വരയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ്
നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ മേലത്തെ പോർഷനാണ്. ഇനി ഇത് 1 ഇഞ്ച് നമ്മൾ അവിടെ വിട്ടല്ലോ, അവിടെ നിന്ന് താഴേക്കായിട്ട് അതിൻ്റെ താഴേക്കായിട്ടാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ നിന്ന് മേളിലേക്ക് ഞാനൊരു 2 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 2 ഇഞ്ചസാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ആ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്നും ഇപ്പോൾ വരച്ച ഈ 2 ഇഞ്ചിലേക്കുള്ള പോയിൻറ്റിലേക്ക് നമ്മളിതാ ഒരു കർവ് പോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, നമ്മുടെ മനസ്സിലൊരു ഡിസൈൻ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, അതിലെങ്ങനെയാണോ വരച്ചെടുക്കാൻ ആവശ്യമുള്ളത് അതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി താഴെ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യാണ്, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ ബോക്സിൻ്റെ പോർഷൻ ഇതങ്ങനെ അങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് കേട്ടോ. അവിടെ ഒരു 2 ഹൂക്ക് വെച്ച് കൊടുക്കും, ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് നെക്കും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ആ ഓപ്പണിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു നെക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ഇവിടെ എനിക്ക് 5 ഇഞ്ചസ് ആണ് ലെങ്ത്ത് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരു ബോക്സ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് എല്ലാം വരച്ചു കൊടുക്കാം. നെക്ക് വിഡ്ത്തായിട്ട് 2.5 ആണ് എടുത്തേക്കുന്നത്. പിന്നെ താഴേന്ന് മേളിലോട്ട് ഒരു 2 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പോയിൻറ്റിലേക്ക് ഈ ഫ്രഞ്ച് കർവിൻ്റെ ഈ പോർഷൻ വെച്ച് ഇതുപോലെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ 2 പോർഷൻസാണ് പോയിൻറ്റ് തമ്മിൽ യൂസ് ചെയ്തിട്ട് അതിന് രണ്ടിനെയും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സ്വീറ്റ് ഹാർട്ട് നെക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അതിനെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഒരു നെക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് നെക്ക്. അപ്പോൾ അതും മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പായി ഒരു പരിപാടി കൂടിയുണ്ട്. നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബോർഡർ ഉണ്ടല്ലോ, അത് ഇതുപോലെ എനിക്കൊന്ന് പിടിപ്പിച്ച് ചേർക്കണം. ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പോർഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിൽ 2 പീസാണ്, 2 ബോർഡറും കൂടി ചേർത്ത് കുറച്ച് വലിയ ഹെവി ആയിട്ട് ഒരു ലൈൻ ഇതുപോലെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ആണ് ഇനി ആദ്യം ചെയ്തെടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നെക്ക് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അതവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ നമ്മൾ നേരത്തെ വരച്ച് വെച്ചല്ലോ, അത് നമുക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് മറിച്ചടിക്കാവേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇതും നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നല്ല വശത്തിൻ്റെ മേളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ കണ്ടോ, ബാക്ക് നെക്കും ഇതുപോലെ വരച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മറിച്ചെടുത്ത് നല്ല രീതിക്ക് ഇത് കണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ലിറ്റ്സൊക്കെ കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മറിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഞാനിതിൽ ടോപ്പ് സ്റ്റിച്ചൊന്നും ഈ ഫ്രണ്ട് ഇതിൽ ഞാൻ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തായിരുന്നു. ബാക്കിൽ ഞാൻ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, ടോപ്പ് സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടില്ല. ഇനി ഇത് നല്ലോണം അയൺ ചെയ്തെടുത്ത് അവിടെ 2 ഹുക്കും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി ഷോൾഡറും ജോയിൻ ചെയ്ത് സ്ലീവും കൂടി പിടിപ്പിക്കാം. സ്ലീവിന് ഉള്ള പോർഷൻ ഞാൻ ഈ ബോർഡർ പോർഷൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇനി സ്ലീവും പിടിപ്പിച്ച് കഴിഞ്ഞ് ഷേപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്ലീവിന് വേണ്ടി എടുത്തേക്കുന്നത്. 2 ബോർഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. 2 ബോർഡേഴ്സ് എന്ന് പറയുമ്പോൾ 2 പീസ് ബോർഡേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒന്നാക്കിയതിന് ശേഷം അതിനകത്ത് ഞാൻ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഈ സ്ലീവിനെ ഞാൻ നമ്മുടെ ഈ ഡ്രസ്സുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ഡ്രസ്സ് ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതുപോലെയാണ് നമ്മുടെ ഡ്രസ്സ് ഇരിക്കുന്നത്. ഇനി ചെറിയ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത് ഹൂക്കൊക്കെ പിടിപ്പിക്കണം. അതല്ലാണ്ട് വേറെ ഇനി ഇതിലേക്ക് പണിയൊന്നും ഇല്ല. നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുക്കണം. അയണിങ് ആണ് ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അയണിങ് എന്നൊരു
പ്രോസസ്സ് ഉണ്ട്. അതും കൂടി ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ഡ്രസ്സ് നീറ്റാവുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനലായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. പ്ലീസ് 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 ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ എന്തായാലും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി ഡ്രസ്സുമായിട്ട് പിന്നെ വരാം.